സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവനും യശോദയും കൂടി പ്രിയങ്കയോട് ചെന്ന് കേസ് പിൻവലിക്കുന്നതിന് കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്നാൽ പ്രിയങ്ക പറയുവാണ്, അച്ഛനും അമ്മയും എന്തൊക്കെ തന്നെ പറഞ്ഞാലും ശരി, ഞാൻ ഒരു കാരണവശാലും അവർക്കെതിരെ കൊടുത്ത് കേസ് പിൻവലിക്കാൻ പോകുന്നില്ല. ഇല്ലാത്ത കാര്യമൊന്നുമല്ലല്ലോ ഞാൻ പറഞ്ഞത്. ആ കുടുംബക്കാർ എന്നോട് ചെയ്ത ദ്രോഹത്തെക്കുറിച്ച് തന്നെയല്ലേ ഞാൻ പരാതി കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ നിൽക്കുന്ന എൻ്റെ മുത്തശ്ശിയുണ്ടല്ലോ, ഞാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാൾ എൻ്റെ മുത്തശ്ശി മാത്രമാണ്. എൻ്റെ സ്വന്തം അച്ഛനും അമ്മയും പോലും എന്നെ ഉപേക്ഷിച്ച സമയത്ത് എന്നെ ചേർത്ത് പിടിച്ചതും എൻ്റെ ആഗ്രഹങ്ങളും നടത്തി തരാൻ കൂടി നിന്നതും എൻ്റെ ഈ മുത്തശ്ശി മാത്രമാണ്. ആ കണിമംഗലത്തെ ജയഭാരതി ഉണ്ടല്ലോ, അവർ എന്നെ തല്ലിയത് ഞാനൊരു പക്ഷേ ക്ഷമിച്ചെന്നിരിക്കും. പക്ഷേ എൻ്റെ മുത്തശ്ശിയെ തല്ലിയതുണ്ടല്ലോ, അത് ഞാൻ ക്ഷമിക്കില്ല. അതിനവർ അനുഭവിക്കണം. ജയിലിൽ കിടന്ന് അവർ നരകിക്കണം. ഈ സമയം സുകുമാരി പറയുന്നുണ്ട്, എടാ ദേവ, തന്നോളം മക്കൾ വളർന്നു കഴിഞ്ഞാൽ അവരുടെ മുമ്പിൽ തല താഴ്ത്തി നിൽക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇതുപോലുള്ള ചോദ്യങ്ങൾ അവരുടെ നാവിൽ നിന്ന് നിനക്ക് കേൾക്കേണ്ടി വരും. ഈ സമയം ദേവൻ പറയണേ, ഞാനങ്ങനെ തല താഴ്ത്താൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലോ? നിനക്ക് പരാതി പിൻവലിക്കാൻ ഉദ്ദേശമില്ല അല്ലേ? അങ്ങനെയാണെങ്കിൽ രണ്ടുപേരെ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാലോ? ഈ സമയം ചിരിച്ചുകൊണ്ട് സുകുമാരി പറയണേ, എടാ ദേവ, നീ ഇങ്ങനെ തമാശ പറയാതെ. അങ്ങനെ നിനക്ക് എന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനൊന്നും പറ്റില്ല. ഇവിടെ നിൽക്കാനും ഈ വീട്ടിൽ ജീവിക്കാനുള്ള അവകാശമേ എനിക്കുമുണ്ട്. അതുകൊണ്ട് ആ പേര് പറഞ്ഞ് നീ ഞങ്ങളെ പേടിപ്പിക്കാമെന്ന് വിചാരിക്കേണ്ട കേട്ടോ. ഇനി നീ എന്നെ ഇറക്കി വിടാൻ ശ്രമിച്ചാലുണ്ടല്ലോ, ഇത്രയും പ്രായമുള്ള എന്നെ വീട്ടിലിട്ട് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് നിനക്കെതിരെ ഞാൻ പോയി പരാതി കൊടുക്കും. പിന്നീട് കണിമംഗലത്തെ ജയഭാര്യ ജയിലിൽ കിടക്കുന്നത് പോലെ നിനക്കും പോയി കിടക്കേണ്ടി വരും. എന്താ എന്നെ കൊണ്ടത് ചെയ്യിപ്പിക്കണോ നിനക്ക്? ഈ സമയം യശോദ ചോദിക്കണേ, അമ്മയ്ക്ക് എങ്ങനെ ഇതൊക്കെ പറയാൻ തോന്നുന്നത്? ഇത് അമ്മയുടെ സ്വന്തം വീടല്ലേ? അമ്മയുടെ മോനോടല്ലേ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എടി, നീയും നിൻ്റെ ഭർത്താവും ചേർന്ന് എന്നെക്കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുന്നതാടി. മോളെ പ്രിയങ്കേ, നീ വാ, ധൈര്യമായിട്ട് കയറി ചെല്ല്. നമ്മളിവിടെ നിന്ന് ഇറക്കി വിടാൻ ആരും ശ്രമിക്കാനൊന്നും പോകുന്നില്ലടി. അങ്ങനെ പറഞ്ഞ് പ്രിയങ്കേനെയും കുട്ടിയും മുത്തശ്ശി റൂമിലേക്ക് ചെല്ലുവാണ്. ഈ സമയം ദേവനാണെങ്കിൽ ആകെ സങ്കടത്തിൽ യശോദയോട് പറയണേ, നമ്മളിനി എന്താടോ ചെയ്യുക? ഞാനൊന്ന് സ്റ്റേഷനിലേക്ക് പോയി നോക്കിയാലോ? വേണ്ട ദേവേട്ടാ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ അവസ്ഥയും കൂടി കാണുമ്പോൾ ദേവേട്ടൻ കൂടുതൽ തളർന്നു പോവുകയല്ലേ ഉള്ളൂ. തൽക്കാലം അങ്ങോട്ടൊന്നും പോകണ്ട, നമുക്ക് രാധികമോളെ വിളിക്കാം, ആളെ വിളിച്ച് കാര്യം തിരക്കാം. ഈ സമയം ദേവൻ സങ്കടത്തോട് പറയണേ, സത്യം പറയാലോ, അമ്പലത്തിലൊക്കെ പോയാൽ എല്ലാവരും പ്രാർത്ഥിക്കുക ആയുസിന് വേണ്ടിയിട്ടായിരിക്കും, ആയുസ് നീട്ടിക്കിട്ടാനായിരിക്കും. എന്നാൽ ഭഗവാനോട് ഈ ആയുസ് എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ച് എന്നെ തിരികെ വിളിച്ചുകൂടെ എന്നാണ് ഞാനിപ്പോൾ ഓർക്കുന്നത്. അത്രയ്ക്കും അടുത്തു. ഇതൊക്കെ കണ്ടും കേട്ടും ഇങ്ങനെ ജീവിച്ച് മതിയായടോ. അങ്ങനെ പറഞ്ഞ സങ്കടത്തോടെ നിൽക്കുവാണ് ദേവൻ. പിന്നീട് പ്രിയങ്ക മുത്തശ്ശിയോട് പറയണേ, മുത്തശ്ശി, അച്ഛൻ്റെ അമ്മയുടെയും വായടഞ്ഞു അല്ലേ? അതേ മോളെ, നീ ഇതുപോലെ തന്നെ അവരോട് അങ്ങ് തുടർന്ന് പോയാൽ മതി. രണ്ടിനെയും അങ്ങ് പേടിപ്പിച്ച് നിർത്തണം. നമ്മൾ ഇങ്ങോട്ട് പേടിപ്പിക്കാൻ വരുന്നതിന് മുമ്പ് നമ്മൾ അങ്ങോട്ട് പോയി പേടിപ്പിക്കണം. ഇനി ഞാനും ആ ലൈൻ തന്നെ പിടിക്കാനാണ് മുത്തശ്ശി ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ സമയം സുകുമാരി പറയണേ, എന്താണെങ്കിലും ആ സി ഐ ഉണ്ടല്ലോ, ജയഭാരതിനെ ആ ലോക്കപ്പിലിട്ട് നരകിപ്പിച്ച് കൊല്ലുമായിരിക്കും. അതൊന്നും കണ്ട് വരുണിൻ്റെ അധികം നേരം സഹിച്ചു നിൽക്കാൻ പറ്റില്ലല്ലോ. അവർക്ക് മുത്തശ്ശി എന്ന് പറഞ്ഞ ജീവനല്ലേ. അതുകൊണ്ട് ആ ജയഭാരതിനെ പുറത്തിറക്കാനായിട്ട് നമ്മൾ പറഞ്ഞ ഡിമാൻഡ് അവർക്ക് അംഗീകരിക്കുകയല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ല. അവരവിടെ നരകിക്കുന്നത് കാണുമ്പോൾ ആ രാധികയുടെ എല്ലാവരും മയക്കാനുള്ളൊരു സ്വഭാവമുണ്ടല്ലോ, ത്യാഗം. ആ ത്യാഗം തന്നെ വീണ്ടും ഇവിടെ എടുക്കും. അവൾ വരുണ്ണെ വിട്ട് എന്നേക്കുമായിട്ട് പോകും. അങ്ങനെ അവൾ പോകുന്നത് മരണത്തിലേക്കായിരിക്കും. സങ്കടം സഹിക്കാനാവാതെ ഏതെങ്കിലും കൊക്കയിലോ മറ്റോ ചാടി അവളുടെ ജീവിതം തന്നെ ഇല്ലാതാക്കും. പിന്നെ എൻ്റെ മോൾക്ക് സന്തോഷത്തോടെ സമാധാനത്തോടെ വരുണിൻ്റെ ഭാര്യയായിട്ട് അവിടെ ജീവിക്കാം. നീ ആ സ്വപ്നങ്ങളൊക്കെ കണ്ടു തുടങ്ങിക്കോ മോളെ. അതൊക്കെ കേട്ടിട്ട് പ്രിയങ്ക പറയണേ, എൻ്റെ മുത്തശ്ശി, ഈ ജീവിക്കാനായിട്ട് ആ റാങ്ങളമാരോ ബന്ധുബലോ ഒന്നും വേണ്ട. ഇതുപോലൊരു മുത്തശ്ശി മാത്രം ഉണ്ടായാൽ മതി. മുത്തശ്ശി നോക്കിക്കോ, മുത്തശ്ശിയുടെ ധൈര്യത്തിലും പിൻബലത്തിലും കൂടി ഞാൻ കണിമംഗലം പിടിച്ചടക്കി കഴിഞ്ഞാലുണ്ടല്ലോ, അവിടുത്തെ അമ്മ മഹാറാണിയായിട്ട് ഞാൻ എൻ്റെ മുത്തശ്ശീനെ ആയിരിക്കും വാഴിക്കാൻ പോകുന്നത്. അങ്ങനെ പറഞ്ഞ് അവർ രണ്ടാളും കൂടി സന്തോഷത്തോടു കൂടി നിൽക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് സ്റ്റേഷനിൽ നിൽക്കുന്ന വരുണിനെയും രാധികേനെയുമാണ് കേട്ടോ. വരുൺ പറയണേ, ഫിദാമേടത്ത് വിളിച്ചിട്ട് കുറച്ച് നേരമായല്ലോ, ഇതുവരെ ഒന്നും സംഭവിച്ചില്ലല്ലോ. അന്നേരം രാധിക പറയണേ, വരുൺ ധൈര്യമായിട്ടിരിക്കെ, മാഡം എനിക്ക് വാക്ക് തന്നതാ ഉടനെ തന്നെ മുത്തശ്ശീനെ പുറത്തിറക്കുമെന്ന്. മാഡം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിലേ അതെന്താണെങ്കിലും പാലിച്ചിരിക്കും. പിന്നീട് കാണിക്കുന്നത് ജയിലിൽ ചന്ദ്രശേഖരനെ കാണാമെന്ന ഗൗതത്തിനെയാണ് കേട്ടോ. അന്നേരം ഗൗതത്തിനോട് ചന്ദ്രശേഖരൻ ചോദിക്കണേ, എന്തായി ബെഞ്ചമിൻ്റെ കയ്യിൽ നിന്ന് പൈസയൊക്കെ മേടിച്ചോ നീ? പൈസയൊക്കെ വാങ്ങി. ബെഞ്ചമിൻ തരാമെന്ന് പറഞ്ഞാൽ പൈസ എല്ലാം കൃത്യമായിട്ട് തന്നെ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് വെച്ച് മേൽക്കോടതിയിലേക്കുള്ള അച്ചൽ കേസ് മൂവ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ കേസിൻ്റെ നടപടികൾ തുടങ്ങും. ഉടനെ തന്നെ അച്ഛന് പുറത്തിറങ്ങാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നന്നായി. എന്തൊക്കെ തന്നെ പറഞ്ഞാലും ബെഞ്ചമിൻ്റെ സഹായം ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇപ്പോൾ ഇങ്ങനൊരു കാര്യം ചെയ്യാൻ പറ്റിയത്. ആരുടെയും സഹായമില്ലാതെ നിൽക്കുമായിരുന്നല്ലോ നമുക്ക്. ബെഞ്ചമിനൊരു വാടാക്കൊലയാളിയായിട്ടാണ് നമ്മുടെ മുമ്പിലേക്ക് വന്നത്. പക്ഷേ ഇപ്പോൾ അയാൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സഹായമായി മാറിയിരിക്കുക. ബെഞ്ചമിനെ നമ്മൾ കൂടെ തന്നെ നിർത്തണം. അയാൾ ചെയ്ത ഈ കൊടപ്പാടിനുള്ള നന്ദി നമ്മൾ കാണിച്ചിരിക്കണം. അല്ല, പിന്നെ കണിമംഗലത്തെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാ? അവിടെയുണ്ടല്ലോ, മുത്തശ്ശീനെ പോലീസുകാർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിരിക്കുക. അമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ?
എന്തിന്? അത് പിന്നെ പ്രിയങ്കയും അവളുടെ മുത്തശ്ശിനെയും മുത്തശ്ശി ഉപദ്രവിച്ചായിരുന്നു. അതിൻ്റെ പേരിൽ അവർ സ്റ്റേഷനിൽ ഗാർഹിക പീഡനത്തിന് പരാതി കൊടുത്തു. ആ പരാതിയുടെ പേരിലാണ് മുത്തശ്ശീനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അമ്മയ്ക്ക് ഇതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട വല്ല കാര്യം ഉണ്ടായോ? ഈ സമയം ഗൗതം പറഞ്ഞേ, അച്ഛനാരോട് സിമ്പതിയൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. സ്വന്തം അമ്മയാണെന്നുള്ള ഒരു പരിഗണന അച്ഛൻ്റെ മനസ്സിലുണ്ടാവും. പക്ഷേ ആ സ്നേഹം അവരെപ്പോഴെങ്കിലും അച്ഛനോട് കാണിച്ചിട്ടുണ്ടോ? അവർക്ക് പരമേശ്വരൻ്റെ മക്കളെ മാത്രം മതി. അച്ഛൻ ജയിലിൽ കിടക്കുന്ന ഈ അവസ്ഥയിൽ എന്നോട് അച്ഛന് സുഖമാണോ, അച്ഛൻ എങ്ങനെയുണ്ട് എന്നൊരു കാര്യം പോലും അവർ തിരക്കിയിട്ടില്ല. മാത്രമല്ല അവരവിടെ അടിമ പോലെയല്ലേ അമ്മയെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. അവരുടെ ആട്ടും തുപ്പൊക്കെ കേട്ട അമ്മ അവിടെ നിൽക്കുന്നത്. അതൊന്നും എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല അച്ഛാ. ഈ സമയം ചന്ദ്രശേഖരൻ പറയണേ, എന്താണെങ്കിലും നിൻ്റെ ഭാഗത്തു നിന്നൊരു നീക്കം ഉണ്ടാകുമ്പോൾ നീ ബെഞ്ചമിനോട് ചോദിച്ചിരിക്കണം. ബെഞ്ചമിനോട് കൂടി ഡിസ്കസ് ചെയ്തിട്ട് തീരുമാനിച്ചാൽ മതി. നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ കണമെങ്കിലും നമ്മുടെ കയ്യിലാകണം. അതിനകം ഞാനും ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന ചന്ദ്രശേഖരൻ ഒരിക്കലും പഴയ ചന്ദ്രശേഖരനാകില്ല. വിജയങ്ങൾ മാത്രം മുമ്പിൽ കണ്ടുകൊണ്ടുള്ളൊരു ജീവിതമായിരിക്കും ഇനി ഞാൻ നയിക്കാൻ പോകുന്നത്. നമ്മൾ ദ്രോഹിച്ച എല്ലാവരോടും നമ്മൾ കണക്ക് ചോദിച്ചിരിക്കും. അങ്ങനെ പറഞ്ഞു നിൽക്കുന്ന ഒരു സീനൊക്കെയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് സി ഐയുടെ റൂമാണ്. അവിടെ സി ഐക്ക് ACPയുടെ ഫോൺ കോൾ വരുക. ഹലോ സാർ പറയൂ. എടോ താൻ എന്തൊക്കെയാണോ ചെയ്ത് കൂട്ടുന്നത്? താനിപ്പോൾ സസ്പെൻഷൻ കഴിഞ്ഞ് തിരിച്ച് കയറിയതല്ലേ ഉള്ളൂ. താൻ എന്തിനാ കണിമംഗലത്തെ ജയഭാരതി അമ്മയെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പ് വെച്ചിരിക്കുന്നത്? അത് സാർ, അവർക്കെതിരെ ഗാർഹിക പീഡനത്തിന് ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. എന്ത് പരാതി? അതിനെക്കുറിച്ച് താൻ എന്നിട്ട് വ്യക്തമായിട്ട് അന്വേഷണം നടത്തിയോ? അന്വേഷണം നടത്തി അവർ തന്നെയാണെന്ന് തെളിഞ്ഞിട്ടാണ് താൻ അകത്ത് പിടിച്ചിട്ടിരിക്കുന്നത്. ഒരു കാര്യം പറഞ്ഞേക്കാം, എത്രയും പെട്ടെന്ന് തന്നെ അവരെ റിലീസ് ചെയ്തോളണം, മനസ്സിലായോ? അങ്ങനെ പറഞ്ഞ കോൾ കട്ട് ചെയ്യുവാണ്. അങ്ങനെ സി ഐ ആണെങ്കിൽ ആകെ ദേഷ്യത്തിലിരിക്കുമ്പോൾ അടുത്ത കോൾ വരുന്നത് കളക്ടറാണ്ടോ വിളിക്കുന്നത്. അന്നേരം സി ഐ പേടിച്ച് ഫോൺ എടുത്ത് സംസാരിക്കുക. എടോ, കടമംഗലത്തെ ജയഭാരതി അമ്മേനെ താൻ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഒരു സീനിയർ സിറ്റിസനെയാ വ്യക്തമായ പരാതിയോ തെളിവുകളോ ഒന്നുമില്ലാതെ ഇയാൾ അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ കോൺസിക്വൻസസ് എന്താണെന്നറിയോ? അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അവരെ പുറത്തിറക്കണം, റിലീസ് ചെയ്ത് വിട്ടേക്കണം, മനസ്സിലായോ തനിക്ക്? അങ്ങനെ പറഞ്ഞ് കളക്ടറും വെക്കുവാണ്. ഇതെല്ലാം കേട്ട് ആകെ ഭ്രാന്തി പിടിച്ചിരിക്കുവാണ് കേട്ടോ സി ഐ. ഈ സമയത്തായിരിക്കും ഹോം മിനിസ്റ്ററുടെ കോള്. അതുകൂടി കാണുന്നതോടെ അയാൾക്കങ്ങ് ഭ്രാന്തിളകുവാണ്. എന്നിട്ട് കോൾ അറ്റൻഡ് ചെയ്യുക. ഹലോ സാർ, പറഞ്ഞോളൂ. എടോ, തന്നെക്കുറിച്ചൊരു പരാതി കിട്ടിയിട്ടുണ്ടല്ലോ. താനൊരു പ്രായമായ സ്ത്രീയെ ആരോ കൊടുത്ത കള്ളക്കേസിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുവാണെന്ന്. എത്രയും പെട്ടെന്ന് തന്നെ അവരെ റിലീസ് ചെയ്യണം. താനയ്ക്ക് ഇതുപോലുള്ള ഓരോ പ്രവൃത്തികളൊക്കെ കാണിച്ച് ആഭ്യന്തര വകുപ്പിനെ തന്നെ താഴെ ഇറക്കുമോ? വെറുതെ എൻ്റെ തലയിലുള്ള പ്രഷർ കൂട്ടാതെ താൻ എത്രയും പെട്ടെന്ന് അവരെ റിലീസ് ചെയ്യാൻ നോക്ക്. അങ്ങനെ പറഞ്ഞ് ഹോം മിനിസ്റ്ററും കോൾ കട്ട് ചെയ്യുവാണ് കേട്ടോ. ഈ സമയത്ത് ACP നേരിട്ട് തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുവാണ്. അങ്ങനെ ACPയെ കാണുന്നതും വരുണിൻ്റെ അതിലേക്ക് സന്തോഷമാകുക. സാർ, വരുൺ, കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. അയാളെ അപ്പം തന്നെ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സമയം CI അങ്ങോട്ടേക്ക് വരുമോ? സാർ, എടോ, തന്നെ വിളിച്ച് വെച്ചതിൻ്റെ പിന്നാലെ തന്നെ കളക്ടറും ഹോം മിനിസ്റ്ററും ഒക്കെ എന്നെ വിളിച്ചു. അതാ ഞാൻ തന്നെ നേരിട്ട് ഇങ്ങോട്ട് വന്നത്. ഞാൻ തന്നെ നേരിട്ട് വന്ന് അവരെ റിലീസ് ചെയ്ത് വിടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ താൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്? താൻ 2-3 ദിവസമല്ലേ ആയിട്ടുള്ളൂ സസ്പെൻഷൻ കഴിഞ്ഞ് തിരിച്ചു കയറി വന്നിട്ട്. ഇതുപോലെ ഓരോ പ്രവൃത്തികൾ കാണിച്ചാലുണ്ടല്ലോ തനിക്ക് അധികം നാൾ ഇതുപോലെ യൂണിഫോം ഇട്ട് നടക്കേണ്ടി വരില്ല. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? എന്നേക്കുമായിട്ട് തനിക്ക് തൻ്റെ യൂണിഫോം അഴിച്ചു വെക്കേണ്ടി വരുമെന്ന്. ചെന്ന് താൻ തന്നെ അവരെ റിലീസ് ചെയ്ത് വിടും. അങ്ങനെ തലയും താഴ്ത്തി സി മോഹൻ നേരെ ചെന്ന് ലോക്കപ്പ് തുറന്ന് ജയഭാരതി മുത്തശ്ശീനെ പുറത്തിറക്കുവാണ്. ഈ സമയം മുത്തശ്ശി താഴെ ഉയർത്തി പിടിച്ചുകൊണ്ട് നേരെ രാധികയുടെ അരികിലേക്ക് ചെല്ലുവാണ് കേട്ടോ. അന്നേരം രാധികയാണെങ്കിൽ മുത്തശ്ശിയെ കെട്ടിപ്പിടിക്കുവാണ്. ആരെങ്കിലും രാധികയ്ക്കൊക്കെ ഒത്തിരി സന്തോഷമാകുക. ഈ സമയം മുത്തശ്ശി പറയണേ, ഞാൻ ജയിലിൽ നിന്ന് അധികം വൈകാതെ തന്നെ പുറത്ത് വരുമെന്ന് പറഞ്ഞപ്പോൾ ചിലരുടെയൊക്കെ മുഖത്തൊരു പരിഹാസമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും കാണാനില്ല. എന്നാൽ പിന്നെ വരുൺ, ഞാൻ ഇറങ്ങട്ടെ, എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചാൽ മതി. അങ്ങനെ പറഞ്ഞ് ACP അവിടെ നിന്നും പോകുവാണ് കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് പോകാം അല്ലേ മുത്തശ്ശി? അങ്ങനെ പറഞ്ഞ വരുൺ CIനെ ഒന്ന് നോക്കിക്കൊണ്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങുമായിരിക്കും. പെട്ടെന്ന് തന്നെ ഒന്ന് നിന്നിട്ട് തിരിച്ച് CIയുടെ അരികിലേക്ക് നടക്കുക. എന്നിട്ട് പറയണേ, സാറേ, 5 മണിക്കൂർ 37 മിനിറ്റ് നിങ്ങൾ എൻ്റെ മുത്തശ്ശീനെ ലോക്കപ്പിലിട്ടു. അതായത് 337 മിനിറ്റ്. ആ സമയം ഒന്ന് കുറിച്ച് വെച്ചോ. ഇതിന് സാറിനെ കൊണ്ട് ഞാൻ പകരം പറയിപ്പിച്ചിരിക്കും. അങ്ങനെ പറഞ്ഞ് CIനെ വെല്ലുവിളിച്ചിട്ട് വരുൺ മുത്തശ്ശീനെയും രാധികേനെയും കൂട്ടി അവിടെ നിന്നും പോകുവാണ്. അങ്ങനെ CI ആണെങ്കിൽ ആകെ നാണം കെട്ട് കാലതുള്ളി നിൽക്കുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് അവിടെ കണിമംഗലത്ത് തിരിച്ചു വരുന്ന മുത്തശ്ശീനെ കാത്തു നിൽക്കുവാണ് പരമേശ്വരനും പത്മിനിയൊക്കെ. എടോ പത്മിനി, അമ്മ ആകെ മനസ്സ് തകർന്നോട്ട് വരുന്നത്. താൻ അമ്മയുടെ കൂടെ നിന്ന് അമ്മയെ ധൈര്യപ്പെടുത്തണം. അതൊക്കെ ഞാൻ ഏറ്റു പരമേശ്വരേട്ടാ. ഈ സമയത്ത് കാറിലെ മുത്തശ്ശിനെയും കൂട്ടി വരുണിൻ്റെ അധികം അവിടെ എത്തുവാണ്. അന്നേരം കൽപ്പനയും ഉർവശിയൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അമ്മയെ കാണുന്നതും പരമേശ്വരനും പത്മിനിക്കൊക്കെ സന്തോഷമാകണേ. എന്താടാ പരമേശ്വര, നീ ഭയന്നു പോയോ? അമ്മയുടെ അവസ്ഥ അറിയുമ്പോൾ എനിക്കെങ്ങനെയാണ് സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുന്നത്? സാരമില്ലടാ, എൻ്റെ മക്കളെ അവിടെ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. കുറച്ചധികം നേരം അയാൾക്ക് എന്നെ ലോക്കപ്പിൽ കിടത്താൻ പറ്റി. പക്ഷേ പുറത്ത് എന്നെ കാക്കാൻ എൻ്റെ ഈ 2 മക്കളും ഉണ്ടായല്ലോ. മാത്രമല്ല നമ്മുടെ ഈ മക്കളുള്ളപ്പോൾ ആർക്കും എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലടാ.
ഈ സമയം കൽപ്പന പറയണേ, മുത്തശ്ശി ഇവിടുന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ സമയം തൊട്ട് ഞങ്ങൾ ടെൻഷനിലായിരുന്നു. അപ്പം തൊട്ട് തുടങ്ങിയ പ്രാർത്ഥനയായിരുന്നു. ജലപാലം പോലും കഴിച്ചിട്ടില്ല. മുത്തശ്ശിയെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് വിട്ടാൽ മതി എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉണ്ടായുള്ളൂ ഞങ്ങളുടെ മനസ്സിൽ. അന്നേരം ജയഭാരതി പറയണേ, എടി നിങ്ങൾ രണ്ടാളും കൂടുതൽ അഭിനയമൊന്നും എൻ്റെ മുമ്പിൽ കാഴ്ചവെക്കണ്ട. നിങ്ങളേക്ക് എനിക്ക് നല്ലപോലെ അറിയാം എന്തൊക്കെയാണ് നിൻ്റെയൊക്കെ മനസ്സിലുള്ള ചിന്തകളെന്നും അറിയാം കേട്ടോ. അതുകൊണ്ട് ആവശ്യമില്ലാതെ എൻ്റെ മുമ്പിൽ കിടന്ന് ഇങ്ങനെ അഭിനയം കാഴ്ചവെക്കണ്ട. ഈ സമയം പരമേശ്വരൻ ചോദിക്കണേ, എന്നാലും എങ്ങനെയാണ് അമ്മയെ റിലീസ് ചെയ്തത്? അന്നേരം ജയഭാരതി പറയണേ, വിടാതെ അയാൾക്ക് ഇരിക്കപ്പുറത്തില്ലായിരുന്നല്ലോ. മുകളിൽ നിന്ന് ആഭ്യന്തര വകുപ്പിൽ നിന്നും കളക്ടറേറ്റിൽ നിന്നും അങ്ങനെ വലിയ വലിയ ഉദ്യോഗസ്ഥരൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നില്ലേ. ഫിദാമ്മയുടെ ഇടപെട്ടുകൊണ്ടാണ് ഇതെല്ലാം നടന്നത്. ഈ സമയം പരമേശ്വരൻ ചോദിക്കണേ, ആണോ മോളെ, ഫിദാമ്മയായിട്ടാണോ അമ്മ ഇറക്കാനായിട്ട് അവരെല്ലാം വിളിച്ചത്? അന്നേരം രാധിക പറയണേ, മുത്തശ്ശിയെ രക്ഷിക്കണമെന്ന് ഞാൻ ഫിദാമ്മയുടെ വിളിച്ച് പറഞ്ഞിരുന്നു. മാഡം ഒരിക്കലും വാക്കും തന്നതാ. മോളെ, എനിക്കിപ്പോൾ തന്നെ മോളുടെ ഫിദാമ്മയോടൊന്ന് സംസാരിക്കണം. അതിനെന്താ, ഞാൻ വിളിക്കാമല്ലോ. അങ്ങനെ രാധിക ഷാമയുടെ ഫോണിലേക്ക് വിളിക്കുക. മോളെ, എന്താ നിങ്ങൾ വീട്ടിലെത്തിയോ? എത്തി മാഡം. ഇവിടെ അച്ഛന് മാഡത്തോടൊന്ന് സംസാരിക്കണമെന്ന്. അതിനെന്താ, മോൾ ഫോൺ കൊടുത്തു. ഹലോ ഫിദ, സത്യം പറയാലോ, ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഫിദ പല സഹായങ്ങളും ചെയ്തിട്ടുണ്ട്. എൻ്റെ അമ്മ ഇപ്പോൾ സ്റ്റേഷനിൽ നിന്ന് പുറത്തു വന്ന് ഞങ്ങളുടെ കൂടെ നിൽക്കാൻ കാരണം ഫിദ തന്നെയാണ്. എങ്ങനെ നന്ദി പറയേണ്ടതെന്നറിയില്ല. അയ്യോ, അതിന് സാറ് നന്ദിയൊന്നും പറയേണ്ട ആവശ്യമില്ല. രാധിക മോളുടെ സന്തോഷത്തിന് വേണ്ടിയാണ് ഇതെല്ലാം ഞാൻ ചെയ്യുന്നത്. അവളെൻ്റെ മോള് തന്നെയല്ലേ. പ്രസവിച്ചില്ലെങ്കിലും രാധികയെ സ്വന്തം മോളെ പോലെയാണല്ലോ ഫിദ കാണുന്നത്. അന്നേരം ഫിദ പറയുന്നുണ്ട്, അവൾ എൻ്റെ മോള് തന്നെയാണ്, എൻ്റെ സ്വന്തം മോളും. അത് എൻ്റെ രാധിക മോളുടെ ഭാഗ്യം തന്നെയാണ് ഫിദയെ പോലെ ഒരു അമ്മയെ കിട്ടിയത്. എന്തായാലും താങ്ക് യു. ഫിദ ഇപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു ഭാഗം തന്നെ മാറിയിരിക്കുകയല്ലേ. എനിക്ക് ഫിദയെ നേരിട്ടൊന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഉടനെ തന്നെ അത് നടക്കട്ടെ. അങ്ങനെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുവാണ്. ഈ സമയം പരമേശ്വരൻ പറയണേ, രാധിക തൻ്റെ മോള് തന്നെയാണെന്നാണ് ഫിദ മാഡം പറയുന്നത്. അത് ശരി തന്നെയാണ്, രാധിക ഫിദ മാഡത്തിൻ്റെ മോള് തന്നെയാണ് എന്ന് വരണം പറയുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും കൂടി സന്തോഷത്തോടെ അകത്തേക്ക് കയറി പോകുവാണ്. പിന്നീട് ഗൗതത്തിൻ്റെ കോൾ കണ്ട് ഫോൺ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഉർവശിനെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തീരുന്നത്. നാളത്തെ എപ്പിസോഡിൻ്റെ പ്രമോയിൽ കാണിക്കുന്നത് സുകുമാരിയമ്മയുടെ ഫോണിലേക്ക് വിളിക്കുന്ന CI മോഹനെയാണ് കേട്ടോ. അങ്ങനെ മോഹൻ വിളിക്കുന്നത് കാണുന്നതും സുകുമാരി ചോദിക്കണേ, എന്നാലും സാറേ കഷ്ടമുണ്ട് കേട്ടോ, എത്ര പ്രതീക്ഷയിലായിരുന്നു. ഇന്നത്തോടുകൂടി ആ രാധിക എന്നേക്കുമായിട്ട് വരുണിൻ്റെ ജീവിതത്തിൽ നിന്ന് പോയിട്ട് പകരം എൻ്റെ പ്രിയങ്ക മോള് വരുണിൻ്റെ ഭാര്യയായിട്ട് ജീവിക്കുമെന്നൊക്കെ വിചാരിച്ചത്. പക്ഷെ എല്ലാം പോയില്ലേ. ആ ജയഭാരതീനെ അവർ പുഷ്പം പോലെ ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ട് പോയില്ലേ സാറേ. അന്നേരം CI പറയണേ, വലിയ വലിയ ഉന്നതങ്ങളിൽ നിന്നായിരുന്നു അവരെ പുറത്തിറക്കാൻ പറഞ്ഞുകൊണ്ട് എനിക്ക് വിളിയുണ്ടായത്. അവന്മാരുടെ പിടിയൊന്നും അത്ര ചെറുതൊന്നും അല്ലല്ലോ. ഹോം മിനിസ്റ്ററും കളക്ടറും ഒക്കെ വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ എനിക്ക് അവർ പുറത്തു വിടാതെ വേറെ മാർഗ്ഗമില്ലാഞ്ഞു. പക്ഷെ നിങ്ങൾ വിഷമിക്കാതിരിക്കെ, ഞാനങ്ങനെ അവന്മാരുടെ മുമ്പിൽ തോക്കാമെന്ന് തീരുമാനിച്ചിട്ടില്ല. നിങ്ങൾ നാളെ രാവിലെ തന്നെ വാ, ഞാനും ഗൗതമും നിങ്ങളെ കാണാൻ വരുന്നുണ്ട്. ചില പുതിയ പ്ലാനുകൾ പറയാനുണ്ട്. നിങ്ങൾക്ക് തിരിച്ച് കടമംഗലത്തേക്ക് കയറണ്ടേ? പ്രിയങ്കയ്ക്ക് വരുണിൻ്റെ ഭാര്യയായിട്ട് ജീവിക്കണ്ടേ? ആണോ സാറേ, നാളെ തന്നെ ഞങ്ങൾക്ക് അങ്ങോട്ടേക്ക് കയറാൻ പറ്റുമോ? നിങ്ങൾ വാ, നമുക്ക് സംസാരിക്കാം. അങ്ങനെ സുകുമാരി സന്തോഷത്തോടെ ഫോൺ കട്ട് ചെയ്യുവാണ്. എന്നിട്ട് പ്രിയങ്കയോട് പറയണേ, അവരുടെ മനസ്സിൽ എന്തോ ഒരു പ്ലാനുണ്ട്. എന്താണെങ്കിലും അയാൾ നല്ല ദേഷ്യത്തിൽ തന്നെയാണ്. മിക്കവാറും നമുക്ക് ഉടനെ തന്നെ കടമംഗലത്തേക്ക് തിരിച്ചു കയറാനുള്ള ഒരു പ്ലാൻ അവർ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും. ഇനി തിരിച്ചു കയറട്ടെ. അവളെ കൊന്നിട്ടാണെങ്കിലും അവിടെ നിന്ന് അവളെ ഞാൻ പുറത്താക്കിയിരിക്കും. വരുണിൻ്റെ ജീവിതത്തിൽ ഇനി രാധിക വേണ്ട. പിന്നീട് വരുണും രാധികയും കൂടി ജയഭാരതി മുത്തശ്ശിയോട് സംസാരിക്കുന്ന ഒരു സീനാണ് കേട്ടോ കാണിക്കുന്നത്. അന്നേരം വരുൺ പറയണേ, എന്നോടും രാധികയോടുള്ള ദേഷ്യം കാരണോ ആ CI മുത്തശ്ശീനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്? ഇതിന് പകരമായിട്ടില്ലേ അയാളുടെ തൊപ്പ് ഞാൻ താഴെ വെപ്പിച്ചിരിക്കും. മുത്തശ്ശിയോട് അയാൾ ചെയ്തതിനൊക്കെ അയാളെ കൊണ്ട് തന്നെ ഞാൻ പകരം ചോദിച്ചിരിക്കും. അയാൾക്കിനി ആ കാക്കി യൂണിഫോം ആവശ്യമില്ല. അതിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് എനിക്കറിയാം. അങ്ങനെ രണ്ടും കൽപ്പിച്ച് മോഹിനിട്ടൊരു പണിയെടുക്കാൻ തന്നെ ഒരുങ്ങിയിറങ്ങുവാണ് വരുണിൻ്റെ അധികം ചേർന്ന്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ തന്നെ CI പറഞ്ഞ സ്ഥലത്ത് കാത്തു നിൽക്കുവാണ് കേട്ടോ സുകുമാരി പ്രിയങ്കയും. ഈ സമയം ഗൗതമും CIയും കൂടി അങ്ങോട്ടേക്ക് എത്തി. പ്രിയങ്കയെ തിരിച്ച് കണിമംഗലത്തേക്ക് കയറ്റാനുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്